കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രസവവേദനയുമായി എത്തിയ യുവതിക്ക് മതിയായ ചികിത്സ കിട്ടിയില്ലെന്ന് പരാതി. കുഞ്ഞു പുറത്തേക്ക് വരുന്നത് കണ്ടതോടെ അടിവസ്ത്രം വലിച്ചുകെട്ടി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചുവെന്നാണ് ഇവരുടെ ആരോപണം. പ്രസവശേഷം തലച്ചോറിന് ക്ഷതമേറ്റ കുഞ്ഞ് 2 മാസത്തിലേറെയായി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ അവർ സിസ്റ്റർമാർ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തോളാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ട് അവിടുന്ന് പ്രസവം എടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. 3/4 മണിക്കൂർ നേരെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റക്കായി കിടന്നത് കാരണമാണ് തലയിലോട്ടുള്ള ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഓട്ടം നിന്ന് പോയതും. അതുകൊണ്ടാണ് കുഞ്ഞ് കരയാതിരുന്നതും കുഞ്ഞിന് അപസ്മാരം വരാൻ കാരണമെന്നൊക്കെ ഡോക്ടർ ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഞെട്ടലുണ്ടാക്കുന്ന ഒപ്പം തന്നെ സങ്കടകരമായ ഒരു സംഭവമാണിത്. കഴിഞ്ഞ ഡിസംബർ 13-നാണ് താമരശ്ശേരി പുതുപ്പാടി സ്വദേശിയായ ബിന്ദു പ്രസവവേദനയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. ഈ ആശുപത്രിയിലാണ് ഇവർ നേരത്തെ ചെക്കപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഡിസംബർ 13-ന് രാത്രി ഇവരെത്തുമ്പോൾ അവിടെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ഇല്ലെന്നായിരുന്നു അവിടുന്ന് ലഭിച്ച മറുപടി. ഇതിനിടയിലാണ് കുഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ഇതോടെ അവിടെയുള്ളവർ ഈ പ്രസവം ഇവിടെ നടത്താൻ സാധിക്കില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞു. കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് കണ്ടതോടെ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറും മറ്റ് നഴ്സസും ചേർന്ന് ഈ സ്ത്രീയുടെ തന്നെ അടിവസ്ത്രമൂരി ഈ കുഞ്ഞ് പുറത്തേക്ക് വരാത്ത രീതിയിൽ കെട്ടി എന്നുള്ളതാണ് ഈ സ്ത്രീ ഉന്നയിക്കുന്ന ആരോപണം. അതിനുശേഷം ഈ സ്ത്രീയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോൾ സുഖപ്രസവമാണ് നടന്നത്. പക്ഷേ ശ്വാസം കിട്ടാതെ കുഞ്ഞ് പുറത്തേക്ക് വരാത്ത രീതിയിൽ അടിവസ്ത്രം ഉപയോഗിച്ച് കെട്ടുകയായിരുന്നു. അതിനാൽ തന്നെ കുഞ്ഞ് ശ്വാസം കിട്ടാതെ കുഞ്ഞിൻ്റെ തലച്ചോറിന് ക്ഷതം സംഭവിച്ചിരുന്നു. നിലവിൽ ഡിസംബർ 13 മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇപ്പോഴും ഈ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഏറെ സങ്കടകരമായ ഒരു സംഭവം തന്നെയാണിത്. ഇവരെ സംബന്ധിച്ച് ഇവർ വളരെ നിർധനമായ ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് താമസം. കുഞ്ഞിൻ്റെ ചിലവ് ഇനി വരും നാളുകളിൽ കുഞ്ഞിൻ്റെ ചിലവ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിലടക്കം ഇവർക്ക് ഒരു അവ്യക്തതയുണ്ട്. ദിവസം ആ രീതിയിലുള്ള ചിലവുകൾ ഉണ്ടാകുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. ഏതായാലും ഇവർ ഉന്നയിക്കുന്ന ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ ഇക്കാര്യത്തിൽ താമരശ്ശേരി താലൂക്ക് സൂപ്രണ്ടുമായി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. അതിൽ കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി തരാൻ അദ്ദേഹം നിലവിൽ തയ്യാറായിട്ടുമില്ല. ഏതായാലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ താമരശ്ശേരി സ്വദേശിയായ ബിന്ദു ഉന്നയിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് അഭിജിത്ത് മുഴക്കുന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.